ഒരു വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഇവിടെ പാചകം ചെയ്യാൻ പോകുന്നത് മീൻ പീര വയ്ക്കുന്നതാണ്. ഇന്ന് ഞാൻ മീൻ പീരയ്ക്ക് വേണ്ടിയിട്ട് എടുത്തേക്കുന്നത് ചാളയാട്ടോ. അപ്പോൾ ചാള ഞാൻ മുറിച്ചൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ട എനിക്ക് സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാവേ. ഇഞ്ചി വേണം, വെളുത്തുള്ളി ഇച്ചിരി കുറച്ച് മതി, ചെറിയ അല്ലിയായ കാരണമാണ് ഞാൻ ഇത്രയും മുറിച്ചിങ്ങനെ വെച്ചേക്കണേ. വെളുത്തുള്ളി, പച്ചമുളക്, എരിവ് നമുക്ക് ആവശ്യത്തിന് ഞാൻ 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി 1 സ്പൂൺ എടുത്തിട്ടുണ്ട്. കരിയാപ്പല, കുടംപുളി, 1/2 കിലോ മീനാണ് എടുത്തേക്കണ ചാള. അതിന് 1 മുറി തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് മീൻ പീര വയ്ക്കാനായിട്ട് മൺചട്ടി എടുക്കണം കേട്ടോ. എപ്പോഴും ഇങ്ങനെയുള്ള മീനൊക്കെ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും മൺചട്ടി ആട്ടോ ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ നമുക്ക് ഇത് മൺചട്ടിക്കകത്തേക്ക് ആട്ടോ വയ്ക്കണേ. അപ്പോൾ ഇതെല്ലാം ഈ അരിഞ്ഞു വെച്ച എല്ലാ സാധനങ്ങളും മൺചട്ടിയിലേക്ക് ഇടുവാണേ. പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, കുടംപുളി. ഞാനിതിനകത്ത് ഉള്ളി ഒന്നും ചേർക്കണില്ല കേട്ടോ. ചിലർ മീൻ പീരയ്ക്ക് ഉള്ളി ചേർക്കുമെന്ന് കേട്ടിട്ടുണ്ട്. ഞങ്ങളും ഉള്ളി ചേർക്കാറില്ല കേട്ടോ. മഞ്ഞൾപ്പൊടി, അതുപോലെ തേങ്ങ ഒതുക്കില്ല കേട്ടോ. തേങ്ങ ചിരണ്ടിയ പോലെ തന്നെയാണ് ഇടണേ. അരയ്ക്കോ ഒതുക്കോ ഒന്നും ചെയ്യൂല കേട്ടോ. തേങ്ങ ചിരണ്ടിയതും അതിനകത്തേക്ക് ഇടുവാണേ. നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിക്കണേ. അപ്പോൾ നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം കേട്ടോ. ഇത് കുറച്ച് വേവ് കുറവാണ്, വേവ് തീരെ കുറവായിരിക്കും. അപ്പോൾ അത് കാരണം കൊണ്ട് വെള്ളം ഒരുപാട് ആവണ്ട. അതൊന്ന് വെന്ത് വരാനുള്ള വെള്ളം, ചാറ് മൊത്തം പറ്റി അത് വേവാൻ പാകത്തിനുള്ള വെള്ളം. ഇനി ഇതൊക്കെ സ്റ്റൗ കത്തിക്കാം കേട്ടോ. നമുക്ക് സ്റ്റൗ കത്തിക്കാം. അതിൽ ചട്ടി അടുപ്പത്തേക്ക് വയ്ക്കാം. ഇനി ഇതൊന്ന് തിളച്ച് വരുമ്പോഴാട്ടോ മീൻ പറക്കിയിരുന്നേ. നമുക്കപ്പോൾ മീനുണ്ടല്ലോ കഴുകി മുറിച്ചിട്ട് ഞാൻ കത്രിക വെച്ചാട്ടോ ഇതേപോലെയുള്ള കഷ്ണങ്ങളാക്കണേ. ചെറുതരം കഷ്ണങ്ങളാക്കിയിട്ടാട്ടോ എടുക്കണേ. അപ്പോൾ എന്നിട്ട് ഇത് മീൻ തിളച്ച് കഴിയുമ്പോൾ തേങ്ങയൊക്കെ തിളച്ച് കഴിയുമ്പോൾ വേണം ഇത് പറക്കി അതിലേക്ക് ഇടാനായിട്ട്. ഇത് നല്ലപോലെ തിളച്ചു കേട്ടോ. ഇത് കണ്ടോ, ഇങ്ങനെ തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ഈ മീൻ ഇതിനകത്തേക്ക് കോരിയിടാം കേട്ടോ. വെള്ളം കുറവാണെന്ന് തോന്നിയാൽ ഇച്ചിരി തിളച്ച് വെള്ളം ഒഴിക്കുക കേട്ടോ, കുഴപ്പമില്ല. അതുകൊണ്ട് ഈ വെള്ളവും എല്ലാം പറ്റി നല്ല പീരയും ഇതുമായിട്ട് ഇങ്ങനെ കിടക്കണം. ഒട്ടും വെള്ളം പാടില്ല. ചട്ടിക്കകത്ത് തന്നെ അത് മൊത്തം വലിഞ്ഞ് എല്ലാം തീരണം. അപ്പോൾ നല്ലപോലെ വേവാകും. വെള്ളമെല്ലാം പറ്റി ഒന്നും പൊടിയാതെ തന്നെ ആയിട്ടുണ്ട് കേട്ടോ. കഷ്ണങ്ങളൊക്കെ ഇത് പൊടിഞ്ഞിട്ടില്ല കേട്ടോ. കുത്തി ഇളക്കി കഴിഞ്ഞാൽ അത് പൊടിഞ്ഞു പോവേ. ഇനി നമുക്ക് ലാസ്റ്റ് ഇത്തിരി പച്ച വെളിച്ചെണ്ണ അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് അങ്ങ് മൂടി വയ്ക്കാം. പുളി അധികമാണെന്ന് തോന്നുവാണെങ്കിൽ ആ പുളി അങ്ങ് പറക്കി കളഞ്ഞേരം കേട്ടോ. വെള്ളം എല്ലാം പറ്റി കേട്ടോ. ഇനി ചട്ടിക്കകത്തിരിക്കുമ്പോൾ എന്തെങ്കിലും വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ അത് വലിഞ്ഞോളുവേ. പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു. അപ്പോൾ എല്ലാം കഴിഞ്ഞ് ഇനി നമുക്കിതങ്ങ് മൂടി വെച്ച് സ്റ്റൗ ഓഫാക്കാം. അപ്പോൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു മീൻ പീരയാണ് ഞാൻ കാണിച്ചത്. തേങ്ങ ഒതുക്കുകയും വേണ്ട, അരയ്ക്കുകയും വേണ്ട, ഒന്നും വേണ്ട, പെട്ടെന്നാവും. അപ്പോൾ ഇനി ഇതുപോലെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ. എന്നിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് മറ്റൊരു ദിവസം കാണാം. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ.